നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ കാർ ആണ്. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അപ്പം നമുക്ക് നേരെ നമ്മുടെ വീഡിയോ ഉണ്ട്. അപ്പം നമുക്കതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. അത് പേപ്പർ കാറിന് ആവശ്യമായ സാധനങ്ങൾ: ഒരു പേപ്പർ കത്രിക, ഇത്രയും സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്രാഫ്റ്റിലേക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ പേപ്പർ എടുത്ത് കുറുകെ മടക്കുക. ഇത് കൃത്യം അളവിൽ മടക്കണം, തെറ്റാൻ പാടില്ല. തെറ്റിയാൽ കാറാക്കുമ്പോൾ കാറിന് ഭംഗി കിട്ടില്ല. അപ്പം നമ്മൾ മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മുറിക്കാം. അപ്പോൾ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഇത് കൃത്യമായി മുറിച്ചെടുക്കണം, തെറ്റാൻ പാടില്ല. അപ്പോൾ നമ്മൾ 2 പീസായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാക്കാം. ഫസ്റ്റ് നമ്മൾ ഇങ്ങോട്ട് മടക്കണം. ഇതേപോലെ ഈ പേപ്പർ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മടക്കണം. കൃത്യമായി ത്രികോണം മടക്കിയെടുക്കണം. ഇത് ഇങ്ങനെ മടക്കുക. അപ്പോൾ നമ്മുടെ വിഭാഗം റെഡിയായി. അതേപോലെ തന്നെ ഇപ്പുറം മടക്കണം. ഇപ്പുറവശവും മടക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഇരുവശവും മടക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ താഴത്തെ ഭാഗത്തും ഇതേപോലെ മടക്കേണ്ടതാണ്. അപ്പം നമുക്ക് അതും കൂടി മടക്കാം. നല്ല വൃത്തിക്ക് മടക്കണം, തെറ്റാൻ പാടില്ല. തെറ്റിയാൽ കാറാവില്ല. കാരണം എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരും. ആക്കുമ്പോൾ രൂപം മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ആക്കിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ഈ ഭാഗം കണ്ടില്ലേ, ഇരു സൈഡും ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ആക്കുമ്പോൾ ഇങ്ങനെ ഒടിക്കുമ്പോൾ കണ്ടില്ലേ, ഇതേ കാണിക്കാം. അതിങ്ങനെ ഒടിച്ചെടുക്കുക. അത് ഇങ്ങനെ ഒടിച്ചാൽ നമുക്ക് ഇങ്ങനെ ആകും. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ഇവിടെ രണ്ടിങ്ങനെ ഇതായി. അപ്പം ഈ ഭാഗവും അതേപോലെ ചെയ്യുക. ഇരുവശവും അങ്ങനെ ചെയ്യണം. താഴത്തെ ഭാഗവും അങ്ങനെ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ഭാഗം ചെയ്യുന്നതിന് ഈ ഭാഗം ചെയ്യണം. നമുക്ക് ചെയ്യുന്നില്ല. ഇതാ കണ്ടില്ലേ, ഇതേപോലെ മടക്കണം നമ്മൾ. എന്നിട്ട് ഈ ഭാഗം കണ്ടില്ലേ, ഈ ഭാഗം താഴോട്ട് മടക്കുക. അത് രണ്ടെണ്ണത്തിനെ അങ്ങനെ മടക്കുന്നതാക്കണ്ടില്ലേ. ഇതേപോലെ മടക്കിയതിന് ശേഷം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ ഈ സാധനം ഇങ്ങോട്ടേക്ക് മടക്കണം. ഈ വീടൊരു വിടവ് കണ്ടില്ലേ, ഇവിടത്തേക്ക് മുട്ടിക്കണം ഈ മടക്കിയത്. അപ്പം നമുക്കത് മുട്ടിക്കാം. ഇതേപോലെ 2 വശവും മടക്കണം. ഇനി ഈ ഭാഗം ഇങ്ങോട്ട് മടക്കുക. ഞാൻ 2 ഭാഗവും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 2 ത്രികോണത്തിൽ ഏതെങ്കിലും ഒരു ത്രികോണത്തിൽ മാത്രം ചെയ്യണം. ഇതുപോലെ മടക്കേണ്ടതാണ്. ഒരു ഭാഗം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, ഇരുവശവും ചെയ്യാൻ പാടില്ല. ഇതുപോലെ മടക്കണം, അടിവശം മടക്കാൻ പാടില്ല. അതിനുശേഷം ഈ ത്രികോണം, ഈ ഭാഗങ്ങളിലെ ഈ മൂലയിലേക്ക് ഇത് നമുക്ക് മടക്കിയാൽ കാണാം. ഇവിടെ ഒരു ഭാഗം, ഈ ഭാഗം ഇതിൻ്റെ മൂലയിൽ എത്തിക്കുക. അതിനുശേഷം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് സ്റ്റോപ്പ് ചെയ്ത് ഇത് നമ്മളുടെ മടക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഇത് മടക്കി കൊടുക്കണം. കൃത്യമായി മടക്കി റെഡിയാക്കിയതിന് ശേഷമേ നമ്മൾ ഇത്
റെഡിയാക്കാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഈ പേപ്പർ കയറ്റാൻ പാടുള്ളൂ. അപ്പോൾ തെറ്റിക്കാൻ പാടില്ല. ഇതിങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റണം. ഇവിടെ ഒരു വിടവില്ലേ, ഈ വിടവിലേക്ക് കയറ്റണം. ഇരു സൈഡും അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നമ്മുടെ വണ്ടിയായി. ഇനി നമുക്ക് ഇങ്ങനെ ഇങ്ങോട്ടാക്കണം. ഇതിങ്ങനെ ഇങ്ങോട്ട് മടക്കുക. നമ്മളുടെ വണ്ടി സെറ്റായി എന്ന് വിചാരിക്കണ്ട. ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ ആക്കാനുണ്ട്. ഇനി നമ്മളിതിങ്ങനെ മെല്ലനെ മെല്ലനെ ഒടിച്ചൊടിച്ച് കൊടുത്താൽ നമ്മളുടെ പേപ്പർ കാറിൻ്റെ ബാക്ക് വശവും റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഉറപ്പിക്കാം. ഇവിടെ ഉറപ്പിക്കാം. കണ്ട ഇതേപോലെ ഉണ്ടാക്കണം. എന്നിട്ട് ഇവിടെ നമ്മൾ പശ തേച്ച് ഒട്ടിക്കണം. പശ തേക്കുമ്പോൾ ശ്രദ്ധിച്ചേക്കണം. ഇത് മുറുകി ഒട്ടണം. നല്ല വൃത്തിക്ക് ഒട്ടിച്ചു കൊടുത്തില്ലെങ്കിൽ ഇത് പറഞ്ഞു വരും. എന്നിട്ട് ഇതിങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി സെറ്റായി. നമുക്ക് ഇത്